ഹലോ ഓൾ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഫോർ ലിൻഡൽസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ടിമ്പർ ലിൻഡൽ പറഞ്ഞു, സ്റ്റോൺ ലിൻഡൽ, ബ്രിക്ക് ലിൻഡൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റീൽ ലിൻഡലിനെ പറ്റിയും RCC ലിൻഡൽസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് ഏതാണ്? സ്റ്റീൽ ലിൻഡൽസ്. ഏതിനെ പറ്റിയാണ് പഠിക്കുന്നത്? സ്റ്റീൽ ലിൻഡൽസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, സ്റ്റീൽ ലിൻഡൽ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സ്റ്റീലാണ്. സോ നമ്മൾ രണ്ട് ടൈപ്പ് സ്റ്റീൽസ് യൂസ് ചെയ്യും. അത് സ്റ്റീൽ ആംഗിൾസും യൂസ് ചെയ്യും, അതുപോലെ തന്നെ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ദീസ് ലിൻഡൽസ് കൺസിസ്റ്റ് ഓഫ് റോൾഡ് സ്റ്റീൽ ആംഗിൾസ് ഓർ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റീൽ ആംഗിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ സ്പാൻ ആണെങ്കിൽ സ്റ്റീൽ ആംഗിൾസ് യൂസ് ചെയ്യും. ലാർജ് സ്പാൻ ആണെങ്കിലാണ് നമ്മൾ സ്മോൾ സ്പാൻസ് ആൻഡ് ലൈറ്റ് ലോഡിങ്. ഓക്കെ, ഏത് യൂസ് ചെയ്യും? സ്റ്റീൽ ആംഗിൾസ്. റോൾഡ് സ്റ്റീൽ ജോയിസോ ലാർജ് സ്പാൻസും പിന്നെന്തായിരിക്കും? ഹെവി ലോഡിങ് കണ്ടീഷൻസിൽ. ഓക്കെ, ഹെവി ലോഡിങ്ങിനും നമ്മൾ ഏത് യൂസ് ചെയ്യും? റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, എ സ്റ്റീൽ ലിൻഡൽ ബിക്കംസ് യൂസ്ഫുൾ വെൻ ദർ ഈസ് നോ സ്പേസ് അവൈലബിൾ ടു അക്കോമഡേറ്റ് ദ റൈസ് ഓഫ് ആൻ ആർച്ച്. ഓക്കെ, നമ്മൾ സ്റ്റീൽ ലിൻഡൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഈ ആർച്ചിൻ്റെ റൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റാണ് അല്ലേ, ആ റൈസ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അവിടെ സ്പേസ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റീൽ ലിൻഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റീൽ ലിൻഡൽസ് തന്നെ സ്റ്റീൽ ജോയിസ്റ്റ് നമുക്ക് ഒന്നുകിൽ സിംഗിളായിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ കോമ്പിനേഷൻ 2 or 3 യൂണിറ്റ്സ്. Okay, when more than 1 units are placed side by side, tube separators are provided to keep the steel joists in position. Okay, നമ്മൾ more than 1 units നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം? ട്യൂബ് സെപ്പറേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ട്യൂബ് സെപ്പറേറ്റേഴ്സ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ടു കീപ് ദ സ്റ്റീൽ ജോയിസ്റ്റ് ഇൻ പൊസിഷൻ. ആ സ്റ്റീൽ ജോയിസ്റ്റിനെ പൊസിഷനിൽ കീപ്പ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്യൂബ് സെപ്പറേറ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് പഠിക്കേണ്ടത് റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് ലിൻഡൽസ്, RCC ലിൻഡൽസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ദീസ് ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്. ഓക്കെ, റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ഹാവ് റീപ്ലേസ്ഡ് പ്രാക്ടിക്കലി ഓൾ അതർ മെറ്റീരിയൽസ് ഫോർ ദ ലിൻഡൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മെറ്റീരിയൽസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? RCC ലിൻഡൽസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി RCC ലിൻഡൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഫയർ പ്രൂഫ്, ഡ്യൂറബിൾ, strong, economical and easy to construct. ഇത് ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. സോ ഹിയർ നോ റിലീവിങ് ആർച്ചസ് ആർ നെസസറി. ഓക്കെ, ഇവിടെ നമ്മൾ റിലീവിങ് ആർച്ചസ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല വെൻ RCC ലിൻഡൽസ് ആർ അഡോപ്റ്റഡ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ RCC ലിൻഡൽസിൻ്റെ പ്രത്യേകത എന്താണ്? ഫയർ പ്രൂഫ് ആണ്, ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് ആണ്, എക്കണോമിക്കൽ, ഈസി ടു കൺസ്ട്രക്ട് ആൻഡ് ഹിയർ നോ റിലീവിങ് ആർച്ചസ് ആർ നെസസറി. ഇനി RCC ലിൻഡൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മിക്സ് എന്ന് പറയുന്നത്, കോൺക്രീറ്റ് മിക്സ് എന്നാണ്. 1:2:4 മിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RCC ലിൻഡൽസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ 1 എന്ന് പറഞ്ഞാൽ 1 പാർട്ട് സിമെൻറ്റ്, 2 പാർട്ട് സാൻഡ്, 4 പാർട്സ് എന്താണ് അഗ്രിഗേറ്റ് ബൈ വോളിയം. ഓക്കെ, ദ പ്ലെയിൻ കോൺക്രീറ്റ് ലിൻഡൽസ് ക്യാൻ ബി യൂസ്ഡ് അപ് ടു, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ റീഇൻഫോഴ്സ്ഡ് ആണ് അല്ലേ, നമുക്ക് PCC യൂസ് ചെയ്യാം. എത്ര വരെ? സ്പാൻ അപ് ടു 800 mm. ഓക്കെ, 800 mm സ്പാൻ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് നമുക്ക് ലിൻഡൽസ് നമുക്ക് യൂസ് ചെയ്യാം. ദ എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പാൻ ഓഫ് ലിൻഡൽ. നമ്മൾ RCC ലിൻഡൽസിൽ എന്തുമാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ള എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് ലിൻഡലിൻ്റെ സ്പാന്, ദെൻ വിഡ്ത്ത് ഓഫ് ഓപ്പണിങ്. ഓക്കെ, ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് ടോട്ടൽ ലോഡ്. ഓക്കെ, എന്തുമാത്രം ലോഡ് ആ ഒരു ലിൻഡലിലേക്ക് വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എന്തുമാത്രം റീഇൻഫോഴ്സ് കൊടുക്കണമെന്നുള്ളത്. ഓക്കെ, ഇനി RCC ലിൻഡൽസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ പ്രീകാസ്റ്റ് ആവാം. ഓക്കെ, നമുക്ക് നേരത്തെ കാസ്റ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് ഇൻസിറ്റു നമുക്ക് ആ ഒരു സ്പോട്ടിൽ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം? കൺസ്ട്രക്ട് ചെയ്യാം. പ്രീകാസ്റ്റ് RCC ലിൻഡൽസ് ആർ കൺവീനിയൻറ്റ് ഫോർ സ്മോൾ സ്പാൻ അപ് ടു 2 meter. അപ് ടു 2 meter സ്പാൻ വരെയാണ് പ്രീകാസ്റ്റ് ലിൻഡൽസ് എന്ന് പറയുന്നത് കൂടുതൽ സ്യൂട്ടബിൾ, ആൻഡ് ദേ ആർ എക്കണോമിക്കൽ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക്കലാണ്.
They are economical as the same mold can be used to prepare a number of lintels. ആ സെയിം മൗൾഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കുറേ ലിൻഡൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രീകാസ്റ്റ് RCC ലിൻഡൽസ് എന്ന് പറയുന്നത് സ്മോൾ സ്പാൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ എത്രയാണ്, അപ് ടു 2 മീറ്റേഴ്സ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ എക്കണോമിക്കൽ ആസ് ദ സെയിം മൗൾഡ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രിപ്പയർ നമ്പർ ഓഫ് ലിൻഡൽസ്. ഇനി പ്രീകാസ്റ്റ് RCC ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, പ്രീകാസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ക്യൂറിങ്ങിനൊക്കെ സഫീഷ്യൻറ്റ് ടൈമൊക്കെ നമുക്ക് അലോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിൻഡൽസിനെ പറ്റി. അപ്പോൾ ലിൻഡൽ എന്നുള്ള ടോപ്പിക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.